കടലാസ് പൂവിൻ്റെ ഹിമാലയൻ സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ലഡാക്കിലേക്ക് പോകുന്ന വഴിയിൽ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ ഒരു മനോഹരമായ ദൃശ്യം കണ്ടു. ഒരു സായിബാബ സിദ്ധിയുടെ ഒരു സ്റ്റാച്ചു, അതിനോടനുബന്ധിച്ചുള്ള ഒരു ടെമ്പിളൊക്കെ കണ്ടു നമ്മൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. പ്രവേശിക്കാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രവേശിച്ച് നോക്കാം. വളരെ മനോഹരമായി തന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിറച്ച് പാറകൾ കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. ചിത്രദുർഗ എത്തുന്നതിനേക്കാളും 30 കിലോമീറ്റർ മുമ്പാണ് ഈ മനോഹരമായ ദൃശ്യം കണ്ടത്. 30 കിലോമീറ്റർ മുമ്പ് ഒരു ടോൾ പ്ലാസയുണ്ട്. ആ ടോൾ പ്ലാസയിലേക്ക് കടക്കുന്നതിന് ഇടതുവശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മേലേക്ക് കയറാനുള്ള പടവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറുമ്പോൾ സിദ്ധിയുടെ ഒരു ഇരിക്കുന്നൊരു സ്റ്റാച്ചു കാണാൻ പറ്റും. ഇത് ചെരുപ്പ് ഊരിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ കാവൽക്കാരോ സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല. എങ്കിലും നമ്മൾ അതിൻ്റെ റെസ്പെക്റ്റ് പോയിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറിയത്. അവിടെ ചെന്നപ്പോൾ മനോഹരമായ ദൃശ്യം കണ്ടു. ഇതിൻ്റെ പരിസര പ്രദേശങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. ഇത് നല്ലൊരു ഹൈറ്റിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്, ഈ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നത്. ഈ സ്റ്റാച്ചുവാണ് നമ്മൾ പുറത്തുനിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടത്. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലേസാണ് ഇത്. ഇവരുടെ ഒരു ടെമ്പിളും കൂടിയാണ്. ഇവിടെ പൂജ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മളതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇത് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും നടക്കുമ്പോൾ ഇവിടെ ഒരു നന്ദിപ്പശു മാതിരി ഒരു സ്റ്റാച്ചു ഉണ്ട്. ശ്രീ സായിക്ക് എതിർവശത്താണ് അതിരിക്കുന്നത്. നമ്മളിത് പടവുകൾ ഇറങ്ങി വീണ്ടും താഴ്ത്തു വന്ന് ഇതിൻ്റെ ചുറ്റും നടക്കുമ്പോൾ ഇതിൻ്റെ പല വശങ്ങളിലായി പല ജനലുകളും കവാടങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു. ഇതിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര കാറ്റാണ്, ആളെ എടുത്ത് കൊണ്ടുപോകുന്ന കാറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് കുറച്ചുകൂടി പോയപ്പോൾ ഇത് കണ്ട പോലെ നിറയെ നമ്മളെ കാറ്റിന് തിരിയുന്ന പങ്കകളാണ് വെച്ചിരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന പങ്കകളാണ് ഇവിടെ മുഴുവൻ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ എത്ര ചെറിയ ഒരു പങ്കയാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, ഒരു വാഹനത്തിൽ കയറ്റുമ്പോൾ നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന പങ്കയുടെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അത്ര വലിയ പങ്കിയാണ് ഇത്ര ദൂരത്ത് നിന്ന് കാണുമ്പോൾ. ഇത്ര ചെറുതായിട്ട് കാണുന്നത് നമുക്ക് തോന്നിപ്പോകും. നമ്മൾ ഫ്ലൈറ്റൊക്കെ മാതിരി നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് നമ്മൾ അടുത്തെത്തുമ്പോൾ നമ്മൾ ഭയങ്കര വലിപ്പം, എന്നാൽ ഫ്ലൈറ്റ് വളരെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു 100-200 മീറ്റർ പോയി ദൂരം നിന്ന് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് തോന്നും. എന്നതുപോലെ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പങ്ക കൊണ്ടുപോകുന്ന വാഹനം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പങ്ക കൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ കുറച്ച് നേരത്തെ കണ്ടിരുന്നത് ഇതേ പോകുന്ന വണ്ടി കണ്ട ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു പങ്കയാണത്. പങ്കയുടെ ഒരു ലീഫ് മാത്രമാണ് ഈ കാണുന്നത്. അതിൻ്റെ ലെങ്ത്ത് കണ്ടു. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ മീറ്ററാണ് വാഹനത്തിൻ്റെ പിന്നിലോട്ട് തള്ളി നിൽക്കുന്നത്. 2, 4, 6, 12 വീല് ബാക്കിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചേസിൻ്റെ നീളം കണ്ടോ. എന്നിട്ടാണ് അടുത്ത 2, 4, 8, 10 വീല് കാണുന്നത്. അപ്പോൾ അത്രയും നീളമുള്ള ഒരു ലീഫാണ് അതിൻ്റെ. അത്രയ്ക്കും നീളമുണ്ട് അതിൻ്റെ ലീഫിന്. നമ്മളിപ്പോൾ ചിത്രദുർഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഹംപിയിലേക്ക് തിരിഞ്ഞു. ഹംപി എത്തണേക്കാൾ മുമ്പ് നമ്മളൊരു നദി കണ്ടു. ആദ്യം വിചാരിച്ചത് കടലാന്ന് വിചാരിച്ച് ആൾക്കാർ ഒത്തിരി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് അന്തമില്ലാത്ത ഒരു കാഴ്ചയാണ്. അതായത് കരയൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് കടലായിരിക്കുമെന്ന് വിചാരിച്ചാൽ വണ്ടി നിർത്തിയത്. പക്ഷേ കടലല്ല, ഇത് തുംഗഭദ്ര എന്ന് പറയുന്ന ഒരു ഡാമിൻ്റെ ബാക്ക് വശമാണ് ഈ കാണുന്നത്. ഡാം അപ്പുറത്തെ സൈഡിലാണ്.
അപ്പോൾ അതിനോട് ചേർന്ന് കാണുന്ന മലകളാണിത്. ഇതിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വാഹനം ഇറക്കിക്കൊണ്ടുപോകാനും നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്ഥലം വേറെയുണ്ട്, വഴി വേറെയുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിന് പോകുന്നില്ല. ഇത് വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യങ്ങൾ, ഇവിടെ കാഴ്ചക്കാർക്ക് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ്. ഇത് ധാരാളം മത്സ്യം ഇതിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെയുള്ള ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ ധാരാളം മത്സ്യമുണ്ട്. ഇപ്പോൾ അത് കുറച്ച് ഇറങ്ങി കിടക്കുകയാണ് ഡാമിൻ്റെ ഈ വെള്ളം. അപ്പോൾ നമ്മൾ ഹംപിയിലേക്ക് ഇനി അധികം ദൂരമില്ല. ഹോസ്പെട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒരു ടൗണാണ്. ആ ടൗൺ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കടന്നു പോകാനായിട്ട് ഹംപിയിലേക്ക് എത്താനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയാണ്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ടണലാണ് ഈ കാണുന്നത്. ഹോസ്പെറ്റ് എന്ന് പറയുന്ന ടൗണ് കഴിഞ്ഞ് ഒരു 30 കിലോമീറ്ററോട് മുന്നോട്ട് പോയാലാണ് ഈ ഹംപിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ടണലിലേക്ക് കയറാൻ പോവുകയാണ്. എത്ര നീളമാണെന്ന് നമുക്കറിയില്ല ടണൽ. എന്തായാലും 2 ടണൽ പോകാനും വരാനും സെപ്പറേറ്റ് ടണലുണ്ട്. നമ്മുടെ കുതിരാൻ ഉള്ള മാതിരി തന്നെ. എത്ര നീളമുണ്ടോ നമുക്കറിയില്ല. അധികം നീളമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഈ മല ജസ്റ്റ് ക്രോസ് ചെയ്യുകൊണ്ട് മല അധികം അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്ര ദൂരം ഉണ്ടാവാൻ ചാൻസ് ഇല്ല.